ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SSC GD പരീക്ഷയിലെ റീസണിങ്ങിലെ ഏറ്റവും അധികം നമ്മുടെ സമയം പോവാൻ കാരണമായേക്കാവുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ടോപ്പിക്കിന്റെ പേര് നമ്പർ സീരീസ് എന്നാണ്. അപ്പോൾ ഇത് പല തരത്തിൽ വരാം. ഒരു 3-4 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. ഒന്ന് ചിലപ്പോൾ മിസ്സിംഗ് നമ്പർ ആയിരിക്കാം, അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടാവില്ല. ഒരു നമ്പർ സീരീസിലെ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ ആയിട്ടുള്ള ഒരു ചോദ്യം വരാം. അടുത്തതായിട്ട് റോങ് നമ്പർ സീരീസ്, അതായത് ഒരു നമ്പർ സീരീസിലെ ഒരു നമ്പർ തെറ്റായിരിക്കാം, അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തന്നിട്ട് ഒരു സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഒക്കെ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്പേഴ്സ് ഒന്നുണ്ടാവും, അത് തമ്മിലൊരു പാറ്റേണും ഉണ്ടാവും. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യം തരാം. അങ്ങനെ പല പല രീതിയിൽ 3-4 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. കാരണം 4 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് റീസണിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മേലെ അധികം സമയം കളയാതെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എത്ര ടൈപ്പ് വരും, ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഒരു നമ്പർ സീരീസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അത് ഏത് ടൈപ്പ് നമ്പർ സീരീസ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു കുറച്ച് സമയം നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ 3 നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു നമ്പർ സീരീസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട 3 എണ്ണം നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, 3 ക്വസ്റ്റ്യൻസ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഒരു നമ്പർ സീരീസ് തരുന്ന സമയത്ത് ആ നമ്പർ സീരീസ് ഇതേപോലെ നോക്കുക. ഇവിടെ ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് 20-ൽ നിന്നാണ്, അത് എൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 14-ലാണ്. 20, 19, 17, 14, അങ്ങനെ വലിയൊരു മാറ്റം വന്നിട്ടില്ല. ഒരു ഗ്രാജുവൽ ആയിട്ട് ഒരു മാറ്റം മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു നമ്പർ സീരീസ് ഗ്രാജുവൽ ആയിട്ട് മാറി വരികയാണെങ്കിൽ കുറയുകയോ കൂടുകയോ ചെയ്യാം. അപ്പൊ കുറഞ്ഞു വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതൊരു അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, ഏതോ ഒരു സംഖ്യ ക്രമമായിട്ട് കൂട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോകുന്ന ഒരു സീരീസ് ആണ്. അതിനെയാണ് അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഒറ്റ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനും ഒരു പാറ്റേൺ ഉണ്ടാവാം. ചിലപ്പോൾ പ്രൈം നമ്പർ, അങ്ങനെയൊക്കെ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് തുടർന്നുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് 20-ൽ നിന്നാണ്. ഏകദേശം 3-4 ഒരു സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. 20-ൽ നിന്നും 14-ലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസ് ആണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഇവിടെ 20-ൽ നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1 ആണ്. ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് -2 ആണ്. 17, 14-ലേക്കുള്ള ഡിഫറൻസ് -3 ആണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഇത് ഓരോ ഡിജിറ്റ് അല്ലേ. ഇവിടെ -1 കുറച്ചെങ്കിൽ ഇവിടെ -2 കുറച്ചു, ഇവിടെ -3 കുറച്ചു. അടുത്തത് കുറയ്ക്കേണ്ടത് എന്താണ്? -4 ആയിരിക്കും. അതായത് 14-ൽ നിന്നും 4 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ഉത്തരം. 10 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിഷൻ സീരീസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസിനെ മനസ്സിലാക്കാൻ ജസ്റ്റ് നമ്മൾ ആ ഒരു സീരീസിലെ നമ്പേഴ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അടുത്തതായിട്ട് വരുന്നത് 4, 8, 16, 32. അപ്പൊ നോക്കുക, ഇവിടെ 4-ൽ നിന്ന് തുടങ്ങി 32-ൽ അവസാനിച്ചു അല്ലെ. ഏകദേശം 8 ഇരട്ടിയായിട്ടാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിരിക്കാം. ഇത് ഇനി തിരിച്ചു വരികയാണെങ്കിൽ, ഇതേപോലെ വലിയൊരു കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഡിവിഷൻ സീരീസ് ആയിരിക്കും. ഏതോ ഒരു സംഖ്യ ഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ വലുതായി മാറുകയാണ്. അപ്പൊ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ്. കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരു ഡിവിഷൻ സീരീസ് ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ്. ഇതേപോലെ തന്നെയാണ് ഡിവിഷൻ സീരീസും. അതായത് വളരെ പെട്ടെന്ന് സംഖ്യകൾ ഒരു 3-4 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും ഒരുപാട് ചെറുതായി വരും. അതാണ് ഡിവിഷൻ സീരീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ്. അതായത് 4 × 2 ആണ് 8, 8 × 2 ആണ് 16, 16 × 2 ആണ് 32. അപ്പോൾ ഇവിടെ വരുന്നത് 32-ന്റെ ഇരട്ടിയായിരിക്കും, 64 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കാം. 4, 40, 65, 81, 90 അല്ലെ. അപ്പൊ ഇവിടെ അതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4-ൽ നിന്ന് 90 മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ ഇരട്ടിയായി, വീണ്ടും ഇരട്ടിയായി, വീണ്ടും ഇരട്ടിയായി. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് 4-ൽ നിന്ന് 40-ലേക്ക് 10 ഇരട്ടിയാണ്. 4 × 10 ആണ്.
പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഇരട്ടി ആയിട്ട് വരുന്നില്ല അല്ലെ, ഏകദേശം 1.5 ഇരട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം 1.5 ഇരട്ടിയാണെങ്കിൽ അതിലും വളരെ കുറവായിട്ടാണ്, 1.5 ഇരട്ടിയുടെ താഴെയായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു സംഖ്യയുടെ അടുത്ത് തന്നെയുള്ള സംഖ്യയാണ് വരുന്നത്. അപ്പോൾ ആദ്യ ഒരു സ്റ്റെപ്പുകളിൽ വളരെ ഒരു വലിയൊരു ഇൻക്രീസ് സംഭവിക്കും, വളരെ പെട്ടെന്നൊരു വലിയൊരു സംഖ്യയായിട്ട് മാറുകയും പിന്നീട് ക്രമമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരു സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് വരുന്ന ഒരു സീരീസ് ആയിരിക്കും. അതായത് ഇവിടെ ആഡ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്, അവിടെ ആഡ് ചെയ്യുന്നുണ്ടാവുക സ്ക്വയറുകൾ അല്ലെങ്കിൽ ക്യൂബുകളായിരിക്കും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇത് അഡിഷൻ സീരീസ് ആണോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും, പക്ഷേ ഒരിക്കലും അതൊരു അഡിഷൻ സീരീസ് ആവില്ല, ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആവില്ല. ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് ആദ്യം വലിയൊരു ഇൻക്രീസ് സംഭവിക്കും, പിന്നീട് ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബിന്റെ സീരീസ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് വരുന്നത് 4ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് 36 ആണ്, 40ഉം 65ഉം തമ്മിലുള്ള ഡിഫറൻസ് 25 ആണ്, 65ഉം 81ഉം തമ്മിലുള്ള ഡിഫറൻസ് 16 ആണ്, 81ഉം 90ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. അപ്പൊ ഇവിടെ ഈ പാറ്റേൺ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് 6ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ്, ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ് അല്ലെ. 6ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത് വരേണ്ടത് എന്തായിരിക്കും? 2ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ. 6, 5, 4, 3. അടുത്ത് വരേണ്ടത് 4 ആയിരിക്കും, അതായത് 2ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ ഈ സ്ക്വയറുകളെ കൂട്ടിപ്പോവാണ് ചെയ്തത്. അപ്പോൾ 90നോടൊപ്പം നമ്മൾ 4 ആഡ് ചെയ്യണം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 94 ആയിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സീരീസ് കാണുന്ന സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഒരു അഡിഷൻ സീരീസ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണോ അല്ലെങ്കിൽ ഇതേപോലെ സ്ക്വയറുകളുടെ അല്ലെങ്കിൽ ക്യൂബുകളുടെ അഡിഷൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഇനിയും ടൈപ്പുകൾ, ഇതിന്റെ ഒരു സബ് ടോപ്പിക്കുകളായിട്ട് ടൈപ്പുകൾ കുറച്ചധികം വരുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ സീരീസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്ന് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ടൈപ്പുകളാണ് നമുക്ക് നമ്പർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ടൈപ്പുകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസ് ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം 5, 6, 9, 14, 21. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സംഖ്യകൾ തമ്മിൽ, അതായത് ഇവിടെ 5ൽ നിന്ന് ആരംഭിച്ച് 21ലാണ് ഒരു 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, ഗ്രാജുവലായിട്ടാണ് ഇവിടെ കൂടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് എടുക്കുക എന്നുള്ളതാണ്. ആ സ്റ്റെപ്പുകൾ തമ്മിലുള്ള നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത് വരുന്ന ഡിഫറൻസ് 1 ആണ്, പിന്നെ വരുന്നത് 3 ആണ്, അടുത്തായിട്ട് വരുന്നത് 5 ആണ്, അടുത്ത ഡിഫറൻസ് വരുന്നത് 7 ആണ് അല്ലേ. അപ്പോൾ ഈ ഡിഫറൻസുകൾ തമ്മിൽ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. അതായത് 1, 3, 5, 7. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത ഒരു ഡിഫറൻസ് വരുന്നത് എന്തായിരിക്കാം? 9 ആയിരിക്കാം. അടുത്ത ഒറ്റ സംഖ്യ 9 ആയതുകൊണ്ട് നമ്മളിവിടെ 5ഉം 1ഉം കൂട്ടുന്ന സമയത്ത് 6 കിട്ടും അല്ലേ. 6ഉം 3ഉം 9, 9ഉം 5ഉം 14, 14ഉം 7ഉം 21. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 21ഉം ഈ 9ഉം കൂട്ടിയാൽ കിട്ടുന്ന 30 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ 30 ആണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. ഇനി അടുത്തത് അതേ ഒരു ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയും സംഖ്യകൾ കുറഞ്ഞു വരികയാണ് അല്ലേ, നേരത്തേന് വിപരീതമായിട്ട് കുറഞ്ഞു വരികയാണ്. എന്നാലും വലിയൊരു കുറവ് വരുന്നില്ല, ഗ്രാജുവലായിട്ടാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുക. ആദ്യത്തെ ഡിഫറൻസ് -10 ആണ്, പിന്നീട് വരുന്ന ഡിഫറൻസ് -8 ആണ്, അടുത്ത ഡിഫറൻസ് -6 ആണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? -4 ആയിരിക്കും അല്ലേ. 10 കുറഞ്ഞു, പിന്നീട് 8 കുറഞ്ഞു, 6 കുറഞ്ഞു. അപ്പോൾ അടുത്തത് 4 ആണ് കുറയ്ക്കേണ്ടി വരിക. അതായത് 16ൽ നിന്നും 4 കുറച്ചാൽ 12 ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 12 ആണ്. ഇനി അടുത്ത ഒരു പാറ്റേൺ വരാൻ സാധ്യത ഈ നമ്പർ സീരീസിലെ ഈ അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സീരീസിലെ തന്നെ ഒരു വേറൊരു ചോദ്യം സ്ഥിരമായിട്ട് SSC ചോദിക്കാറുള്ളത് പ്രൈം നമ്പേഴ്സിനെ ആഡ് ചെയ്തു പോവുക അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. 1, 3, 6, 11, 18. അപ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ
ഒരു അഡിഷൻ സീരീസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഡിഫറൻസ് 2 കിട്ടും, അടുത്ത ഡിഫറൻസ് 3 കിട്ടുന്നത്, അടുത്ത ഡിഫറൻസ് 5 അടുത്തത് വരുന്നത് 7 അല്ലേ. ഈ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 2, 3, 5, 7 ഇതെല്ലാം എന്താണ്? ഇത് പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത അഭാജ്യ സംഖ്യ വരുന്നത് ഏതായിരിക്കും? 11 ആയിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത അഭാജ്യ സംഖ്യ 11 അപ്പോൾ 18ഉം 11ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 29 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം 29. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 32, 19, 18 ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് ആയിട്ട് വരുന്നത്, ആദ്യം വരുന്ന ഡിഫറൻസ് 13 അടുത്ത ഡിഫറൻസ് വരുന്നത് -11 ഇവിടെ ചെറിയ ചോദ്യത്തിലൊരു കറക്ഷൻ ഉണ്ട്, ഇത് 8 വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് വരുന്നത് 13, അടുത്ത ഡിഫറൻസ് വരുന്നത് 11 അപ്പോൾ ഇതെന്താണ്? 13, 11 അഭാജ്യ സംഖ്യയാണ്. അടുത്ത അഭാജ്യ സംഖ്യ വരുന്നത് 7 അപ്പോൾ 8ൽ നിന്നും 7 കുറച്ചാൽ ലഭിക്കുന്ന 1 നമ്മുടെ ഉത്തരം. ഇനി അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ സീരീസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് 1, 3, 9, 27, 81 ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഫസ്റ്റത്തെ ആ ഒരു പാർട്ടിൽ പറഞ്ഞ പോലെ ഇവിടെ 1 എന്നുള്ള ആ ഫസ്റ്റ് സംഖ്യ ഒരു 5 സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് അത് 81 നിൽക്കുകയാണ്, അതായത് 81 ഇരട്ടിയായി മാറുകയാണ്. അപ്പോൾ വലിയൊരു വ്യത്യാസം വരുന്നത് കൊണ്ട് നമുക്കിത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു പോയിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം 1ൻ്റെ 3 ഇരട്ടിയാണ് 3, 3ൻ്റെ 3 ഇരട്ടിയാണ് 9, 9ൻ്റെ 3 ഇരട്ടിയാണ് അല്ലേ. 3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ 27ൻ്റെ 3 ഇരട്ടി 9ൻ്റെ 3 ഇരട്ടി 27 കിട്ടും, 27ൻ്റെ 3 ഇരട്ടി 81 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് 81ൻ്റെ 3 ഇരട്ടി 243 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇത് നേരെ ഓപ്പോസിറ്റാണ്, സംഖ്യ ചെറുതായി വരികയാണ്. തുടങ്ങിയത് 1296 ഒരു 7-8 സ്റ്റെപ്പുകൾ കഴിയുന്ന സമയത്ത് അത് 3 മാറുന്നുണ്ട്. അപ്പോൾ വലിയൊരു വ്യത്യാസം വന്നുകൊണ്ട് ഇതൊരു ഡിവിഷൻ സീരീസാണ്. അപ്പോൾ നിങ്ങൾ ഡിവിഷൻ സീരീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇങ്ങനെയുള്ള ഇത് വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ചിലപ്പോൾ എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. അതായത് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ചിന്തിക്കാൻ ശ്രമിക്കുക, എന്നാലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം, 3ൽ നിന്ന് തുടങ്ങാം. അപ്പോൾ 3ൽ നിന്ന് 6ലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ × 2 ചെയ്യുന്നത്, 2 × 3 6. 6ൽ നിന്ന് 18ലേക്ക് പോകുന്ന സമയത്ത് × 3 അല്ലേ. ആദ്യം 3 × 2 6 ചെയ്തു, 6 × 3 18 ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്? 18 × 2 36 അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ കിട്ടി. ആദ്യം × 2 ചെയ്യുന്നു, പിന്നെ × 3 ചെയ്യുന്നു, പിന്നെ വീണ്ടും × 2 ചെയ്യുന്നു. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം? × 3 നമുക്കിവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ 36 × 3 36 × 3 എന്ന് പറയുന്നത് എന്താണ്? 108. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ × 3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? × 2 അപ്പോൾ നമുക്ക് 108 × 2 216 എന്ന് കിട്ടും. വീണ്ടും × 3 ചെയ്യുമ്പോൾ 648 കിട്ടും. വീണ്ടും × 2 ചെയ്യുമ്പോൾ 1296 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏത് സീരീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്തത് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഓഫ് സ്ക്വയേഴ്സ് ഓർ ക്യൂബ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനീഷ്യലി ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഇൻക്രീസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് ഗ്രാജ്വലി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 1 കഴിഞ്ഞ് 2 ആയി, 2 10 അതായത് 5 ഇരട്ടിയായി മാറി. പിന്നീട് 10 37 ഏകദേശം 4 ഇരട്ടിയായി, 37 101 ഏകദേശം 3 ഇരട്ടിയായി മാറി. അപ്പോൾ ഇവിടെ നമുക്ക് അനുമാനിക്കാം ഇതൊരു സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് ആഡ് ചെയ്യുന്നതാണെന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് എടുക്കലാണ്. ഡിഫറൻസ് ആദ്യം വരുന്നത് 1, പിന്നീട് വരുന്ന ഡിഫറൻസ് 8, അടുത്ത ഡിഫറൻസ് 27. 10 37 നമ്മുടെ ഡിഫറൻസ് 27. അടുത്തതായിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 64. അപ്പോൾ 1 8 27 64 ഇതൊക്കെ എന്താണ്? ഇത് എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളാണ്. 1 എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബ്, 8 2ൻ്റെ ക്യൂബ്, 27 3ൻ്റെ ക്യൂബ്, 64 4ൻ്റെ ക്യൂബാണ്.
അപ്പോൾ അടുത്തത് ആഡ് ചെയ്യേണ്ടത് 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 അപ്പോൾ 101 കൂടെ 125 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 226 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം 226 നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് 225, 100, 36, 9, 1. ഇവിടെ എന്താണ്, സംഖ്യകൾ കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് 225 100 മാറി, ഏകദേശം പകുതിയോളം കുറഞ്ഞു. പിന്നീട് 100 36 മാറി, ഏകദേശം 1/3 കുറഞ്ഞു. 36 9 മാറി, ഏകദേശം ഇവിടെ 4/1 കുറഞ്ഞു വരുന്നത്. നമുക്ക് ഇങ്ങനെ കൂടിയ സംഖ്യകളിൽ നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിവേഴ്സ് നോക്കുക. നമ്മൾ നേരത്തെ ഡിവിഷൻ സീരീസ് നോക്കിയ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി പോവുക. അതായത് 1 9 മാറി, 9 36 മാറി, ആ ഒരു രീതിയിൽ നോക്കി പോവാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും പതിവ് പോലെ ഡിഫറൻസ് എടുക്കുക. 225 100 തമ്മിലുള്ള ഡിഫറൻസ് 125. അടുത്തതായിട്ട് 100 36 തമ്മിലുള്ള ഡിഫറൻസ് 64. 36 9 തമ്മിലുള്ള ഡിഫറൻസ് 27. അടുത്തത് 9 1 തമ്മിലുള്ള ഡിഫറൻസ് 8. അപ്പോൾ 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്, 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്, 27 3ൻ്റെ ക്യൂബാണ്, 8 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ അടുത്തത് വരുന്നത് 1ൻ്റെ ക്യൂബാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ അവസാനത്തെ സ്റ്റെപ്പുകളിൽ നോക്കിയാൽ മനസ്സിലാവും, 9ൽ നിന്ന് 8 കുറച്ചാൽ നമുക്കിവിടെ 1 കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് 1ൽ നിന്നും 1ൻ്റെ ക്യൂബ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് 0 ആണ്. അടുത്ത ചോദ്യം, അടുത്തൊരു ടൈപ്പ് വരുന്നത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അഡിഷനും അതേപോലെ മൾട്ടിപ്ലിക്കേഷനും വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യങ്ങളും വരാറുണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് 13 25 മാറി, ഏകദേശം 2 ഇരട്ടിയായിട്ടാണ് ഇവിടെ മാറുന്നത് അല്ലേ. ഏകദേശം 2 ഇരട്ടിയായി മാറി. 25 51 മാറി, ഇവിടെയും ഏകദേശം 2 ഇരട്ടി കൂടി. 51 101 മാറി, ഇവിടെയും ഏകദേശം 2 ഇരട്ടി കൂടി. അപ്പോൾ നമുക്ക് 13 26 അതായത് ഇരട്ടി ആയിട്ടല്ല മാറുന്നത്, 25 മാറുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്, അത് മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നതെങ്കിൽ 13 × 2 26 വരേണ്ടത്. പക്ഷേ ഇവിടെ 25 വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 2 ചെയ്തിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 13 × 2 26, 26 - 1 25. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ 25 എന്തായി മാറുന്നു, 51 മാറുന്നു, ഏകദേശം 2 ഇരട്ടി. അപ്പോൾ 50 മാറേണ്ടത്, പക്ഷേ ഇവിടെ 51 മാറി, 1 കൂടി. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കുറയ്ക്കുകയാണ് ചെയ്തതെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടുകയാണ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി നോക്കൂ. അതായത് 51 101 മാറി. 51ൻ്റെ ഇരട്ടി എത്രയാണ്, 51 × 2 102. അവിടെ എന്താണ് ചെയ്തത്, ഇരട്ടി കണ്ടിട്ട് 1 കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതേപോലെ 2 ഗുണിക്കുന്നു, പിന്നെ 1 കുറയ്ക്കുന്നു, അടുത്ത സ്റ്റെപ്പിൽ 2 ഗുണിച്ച് 1 കൂട്ടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ 101 കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 101 × 2, 101ൻ്റെ ഇരട്ടി കാണുന്നു പ്ലസ് 1 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 101ൻ്റെ ഇരട്ടി 202, 1 കൂട്ടുമ്പോൾ 203 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ഇൻറ്റു 2, അതായത് 203 × 2. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് -1 ആയിരിക്കും അല്ലേ. ഇവിടെ ചെയ്ത് +1 അപ്പോൾ അടുത്തത് ചെയ്യുന്നത് -1 ആയിരിക്കും. അപ്പോൾ 203ൻ്റെ ഇരട്ടി 406, 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 405 എന്നുള്ള ഉത്തരം കിട്ടും. 405 നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഈ ഒരു ചോദ്യം. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് പോവുക. എന്നാൽ മാത്രമാണ് നമുക്കത് എഫക്റ്റീവായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 5 11 23 അങ്ങനെയാണ്. അപ്പോൾ 5 11 ഏകദേശം ഇരട്ടിയായി മാറി, 11 23 മാറി, വീണ്ടും ഏകദേശം ഇരട്ടിയായി മാറി. അപ്പോൾ ഇത് തൊട്ട് മുന്നത്തെ ചോദ്യത്തേക്കാൾ എളുപ്പമാണ്, കാരണം 5ൻ്റെ ഇരട്ടി അല്ലേ, 5ൻ്റെ ഇരട്ടി 10 + 1. അടുത്തതായിട്ട് 11ൻ്റെ ഇരട്ടി 22 + 1, 22 + 1 23, 23ൻ്റെ ഇരട്ടി +1. അങ്ങനെ ആ ഒരു പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഇരട്ടി കാണുക പ്ലസ് 1 കൂട്ടുക. അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പ് 95ൻ്റെ ഇരട്ടിയാണ്, 190 വരിക. 190 + 1 191 ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് കോമ്പിനേഷൻ ഓഫ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷനും
അഡീഷനും ഒക്കെ ചേർന്ന് വരുന്ന ഓപ്പറേഷനാണ്. ഇനി ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ളത് ഒരു കോമ്പിനേഷൻ ഓഫ് സീരീസ് ആയിരിക്കും. അതായത് ഒരു സീരീസിൽ തന്നെ 2 സീരീസുകൾ വരുന്നുണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് 1, 2, 2, 4, 3, 8 ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് 1 2 മാറുന്നുണ്ട്, 2 വീണ്ടും 2 തന്നെ ആയിട്ട് തുടരുന്നു, 2 4 മാറുന്നുണ്ട്, പിന്നെ അത് കുറഞ്ഞ് 3 മാറുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു. ആ ഒരു പാറ്റേണിൽ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ പോകേണ്ടത് ഇത് ഒരു സീരീസ് അല്ല, ഇത് 2 സീരീസുകൾ തമ്മിൽ മിക്സ് ചെയ്ത് തന്നിരിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് സീരീസ് പോയിട്ടുണ്ടാവുക. അതായത് ഒന്നാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അതേപോലെ 3ഉം 5ഉം 5ഉം 7ഉം അടുത്തതായിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള അടുത്ത നമ്പർ, അതായത് 1 ഇടവിട്ടുള്ള നമ്പറുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 1 2 മാറുന്നുണ്ട്, 2 3 മാറുന്നുണ്ട്, അല്ലേ, 3 7 മാറുന്നുണ്ട്, 7 11 മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് +1 ആണ്. അടുത്ത ഡിഫറൻസ് വരുന്നത് 2 3 മാറുന്നുണ്ട്, അതായത് വീണ്ടും +1 ആണ്. പിന്നെ 3 7 മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിഫറൻസ് വരുന്നത് 4 ആണ്. വീണ്ടും 7 11 മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും 4 ആവർത്തിക്കുന്നു. അപ്പോൾ ആദ്യം 2 സ്റ്റെപ്പുകളിൽ 1 കൂടുന്നു, അടുത്ത 2 സ്റ്റെപ്പുകളിൽ 4 കൂടുന്നു. അപ്പോൾ അതൊരു സീരീസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള നമ്പറുകൾ ചേർന്നിട്ട് വേറൊരു സീരീസ് ഫോം ചെയ്യുന്നുണ്ടാവണം. നമുക്ക് നോക്കാം. 2 4 അല്ലേ, 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 4ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്, അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. കാരണം 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി മാർക്ക് ചെയ്യാം. 2 4 8 10. അപ്പോൾ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ആദ്യം തന്നെ വേറൊരു സീരീസായിട്ട് നമ്മൾ മാറ്റി. അപ്പോൾ 2 4 ആവുന്നു, ഇവിടെ 2 കൂടുന്നുണ്ട്, പിന്നെ 4 കൂടുന്നു, വീണ്ടും 2 കൂടുന്നു. അപ്പോൾ അത് 2 4 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അടുത്തത് കൂടുന്നുണ്ടാവുക എന്തായിരിക്കും? 4 ആയിരിക്കും, അല്ലേ. 2 4 2 അടുത്തത് കൂടാൻ പോകുന്നത് 4 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം വരുന്നത് 10ഉം 4ഉം 14 എന്നുള്ള ഉത്തരമായിരിക്കും നമുക്കിവിടെ വരിക. ഇനി അടുത്ത ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 3 8 ആവുന്നു, അത് പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു. അപ്പോൾ ഇവിടെ 2 സീരീസുകൾ മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആ സീരീസുകൾ ഏതൊക്കെയാണെന്ന്, ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് മനസ്സിലായി. നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ 3 6 ഇതൊക്കെയല്ല ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 3 6 മാറുന്നു, അതായത് 2 ഇരട്ടിയായി മാറുന്നു. 6 12 മാറുന്നു, വീണ്ടും 2 ഇരട്ടിയായി മാറുന്നു. 12 അപ്പോൾ എന്തായി മാറും? വീണ്ടും 2 ഇരട്ടിയായി മാറി. അപ്പോൾ 24 എന്നുള്ള ഉത്തരവും നമുക്ക് കിട്ടുക. കാരണം ഇരട്ടിച്ച് പോവുകയാണ്. പിന്നെ ഈ സീരീസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം വരുന്നത് ഈ ഒന്നാമത്തെ സീരീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 24 എന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും ടഫായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള ടൈപ്പുകൾ മനസ്സിലുണ്ടാവണം, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണ് സീരീസ് എന്ന്. എന്നിട്ട് മാത്രമാണ് ഇതിൻ്റെ ആൻസർ, നമ്മുടെ എക്സ്പ്ലനേഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ കാണുക, സ്വന്തമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കാണാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം 23 28 34 41 49. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഗ്രാജുവലായിട്ടാണ് ഇൻക്രീസ് സംഭവിക്കുന്നത്. 23 28 ആവുന്നുണ്ട്, അല്ലേ. ഒരു 5 സ്റ്റെപ്പ് കഴിയുമ്പോഴും 49 ആയി മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിഫറൻസ് എടുക്കലാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് +5 ആണ്, പിന്നീട് വരുന്നത് +6 ആണ്, അടുത്തായിട്ട് വരുന്നത് +7 ആണ്, അടുത്തായിട്ട് വരുന്നത് +8 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് വരുന്നത് എന്തായിരിക്കും? +9 ആയിരിക്കും. 49ഉം 50ഉം 58 ആയിരിക്കും നമ്മുടെ ഉത്തരം.
അടുത്ത ചോദ്യം 5, 11, 17, 25, 33, 43 ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ വീണ്ടും ഒരു അഡീഷൻ സീരീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എന്താണ്, ഇവിടെ 5-ൽ നിന്ന് തുടങ്ങി ഗ്രാജുവലായിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിഫറൻസ് എടുക്കുന്നു. 5ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 6ആണ്. അടുത്ത ഡിഫറൻസ് വീണ്ടും 6ആണ്. അടുത്ത ഡിഫറൻസ് 8ആണ്. വീണ്ടും അടുത്ത ഡിഫറൻസ് എടുക്കുമ്പോൾ അതും 8ആണ്. അടുത്ത ഡിഫറൻസ് വരുന്നത് 10ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ 6 വെച്ച് കൂടി, അടുത്തത് 8 കൂടി, അടുത്തത് 10ആണ് കൂടുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, 2 പ്രാവശ്യം 10 റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 43-നോടൊപ്പം 10 കൂട്ടുന്ന സമയത്ത് 53 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം 11, 13, 17, 19, 23, 25. അപ്പോൾ ഇതിലെല്ലാ ടൈപ്പുകളും നമ്മുടെ മനസ്സിലൂടെ പോകണം. അപ്പോൾ 11 13ആയി മാറുന്നു, 17 13 17ആയി, 17 19ആയി, അങ്ങനെ ഒരു ഗ്രാജുവലായിട്ട് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു അഡീഷൻ സീരീസ് ആണെന്ന് മനസ്സിലായി. ഡിഫറൻസ് എടുത്ത് നോക്കാം. 11ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. അടുത്ത ഡിഫറൻസ് വരുന്നത് 4ആണ്. അടുത്ത ഡിഫറൻസ് വീണ്ടും 2 വരുന്നു. അടുത്ത ഡിഫറൻസ് വീണ്ടും 4 വരുന്നു. അടുത്ത ഡിഫറൻസ് വീണ്ടും 2 വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് കൂടി വരികയാണ്. 11 2ഉം 13, 13 4ഉം 17, 17 2ഉം 19, 19 4ഉം 23, 23ഉം 2ഉം 35. അപ്പോൾ 2 4 2 4 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് കൂടേണ്ടത് എന്തായിരിക്കണം, 4 ആയിരിക്കണം. 29 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2, 5, 10, 17, 26, 37. അടുത്ത നമ്പർ നമുക്ക് കാണണം. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവുന്നത് ഒരു അഡിഷൻ സീരീസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് +3 ആണ്. അടുത്ത ഡിഫറൻസ് വരുന്നത് +5 ആണ്. അടുത്ത ഡിഫറൻസ് വരുന്നത് +7 ആണ്. അടുത്തത് +9 ആണ്. അടുത്തത് +11 ആണ് അല്ലേ. അപ്പോൾ 3, 5, 7, 9, 11 ഇവയൊക്കെ എന്താണ്, ഇവയൊക്കെ ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ക്രമമായിട്ടുള്ള 3-ൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒറ്റ സംഖ്യകളാണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്ത ആഡ് ചെയ്യേണ്ട സംഖ്യ എന്ന് പറയുന്നത് 13 ആയിരിക്കും. അപ്പോൾ 37ഉം 13ഉം 50 എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം 3, 9, 6, 36, 30. അടുത്ത സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 3ൻ്റെ 3 ഇരട്ടിയാണ് 9 അല്ലേ. 3 × 3 ആണ് 9. അവിടെ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6ൻ്റെ 3 ഇരട്ടി 6 ഇരട്ടിയാണ് 36. അവിടെ നിന്ന് 6 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 30 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3ൻ്റെ 3 ഇരട്ടി, 6ൻ്റെ 6 ഇരട്ടി. അപ്പോൾ അടുത്തത് 30ൻ്റെ 30 ഇരട്ടിയാവാനുള്ള സാധ്യതയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഈ ചോദ്യത്തിന് ഇത് SSCയുടെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇതിന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 240, 280, 270, 290 എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പ്രോബബിലിറ്റി വരാം. 30 ആവാം, 30 × 30 -30 ആവാം. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻസ്, അതായത് വളരെ കുറഞ്ഞ ഓപ്ഷൻസ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് ആദ്യം 3 ഇരട്ടി വന്നു, പിന്നീട് 6 ഇരട്ടി വന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ ഏകദേശം 9 ഇരട്ടിയാണ് അല്ലേ. 30ൻ്റെ ഏകദേശം 9 ഇരട്ടിയാണ് ഈ പറയുന്ന സംഖ്യകളൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് 9 ഇരട്ടിയാണ്. അപ്പോൾ 30ൻ്റെ 9 ഇരട്ടി എന്ന് പറയുന്നത് 270 ആണ്. അപ്പോൾ 270-ൽ നിന്നും 30 കുറയ്ക്കുന്ന സമയത്ത് 270 എന്നുള്ള ഉത്തരം കിട്ടും. അടുത്ത സ്റ്റെപ്പിലാണ് 30 കുറയ്ക്കേണ്ടത്. 30 × 9 270 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. അല്ലാതെ ജസ്റ്റ് ചോദ്യം മാത്രം ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. നമുക്ക് വരാൻ സാധ്യതയുള്ള സംഖ്യ എത്രയെന്ന് ജസ്റ്റ് ഓപ്ഷനിൽ കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് വരുന്ന ചോദ്യം 0.5, 1.5, 5, 18, 76 തുടങ്ങിയ ഒരു നമ്പർ സീരീസാണ്. അപ്പോൾ പോയിൻ്റ് വരുന്ന സംഖ്യകൾ വരുന്ന സമയത്ത് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ടൈപ്പുകളല്ലാതെ ഒരു ചോദ്യവും നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 0.5 അര എന്ന് വിചാരിക്കുക. 0.5 എന്നൊന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് അര എന്ന് വിചാരിക്കുക. അര 1.5 മാറുകയാണ്, പിന്നീട് 1.5 5 മാറുകയാണ്. അപ്പോൾ നമുക്ക് അരയുടെ 3 ഇരട്ടിയാണ് 1.5, പക്ഷേ 1.5യുടെ ഒരു മൾട്ടിപ്ലിക്കേഷനായിട്ട് 5 വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വിചാരിക്കാം, ഇതൊരു മിക്സഡ് സീരീസാണ്, മിക്സഡ് ഓപ്പറേഷൻസാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ച് നോക്കാം.
അപ്പോൾ അര 1.5 ആവാൻ ഉള്ള ഏറ്റവും വലിയൊരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ 3 ഇരട്ടിയാണ്. പക്ഷേ ആ ഒരു സീരീസ് ഇവിടെ ഫോളോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. വേറൊരു സാധ്യത എന്ന് പറയുന്നത് അര ഇൻറ്റു 1. അര ഇൻറ്റു 1 എന്ന് പറയുന്ന അര തന്നെയാണ് +1. അപ്പോൾ അര ഇൻറ്റു 1 അര എന്ന് തന്നെ കിട്ടും, +1 വരുമ്പോൾ 1.5 എന്ന് കിട്ടും. ഇനി ആ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യേണ്ടോ നോക്കുക. അതായത് 1.5 5 മാറുകയാണ്. അതായത് 1.5യുടെ ഏകദേശം 2 ഇരട്ടിയാണ്, അല്ലേ, 2 ഇരട്ടിയിൽ കൂടുതലാണ് 5. 2 അല്ല, ശരിക്കും 3 ഇരട്ടിയാണ്. 3 ഇരട്ടി എന്ന് പറയുന്ന സമയത്ത് അത് 4.5 ആയിട്ടാണ് വരിക. 1.5 × 3 4.5 അല്ലേ, 1.5 × 3 4.5 പ്ലസ്, അതായത് ഇൻറ്റു 3 നമുക്ക് ചെയ്യുന്ന സമയത്ത് 4.5 എന്ന് കിട്ടും, പ്ലസ് 0.5 ചെയ്താലാണ് 5 എന്ന് ലഭിക്കുന്നത്. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ളൊരു പാറ്റേൺ അല്ല. കാരണം ഇവിടെ ഇൻറ്റു 1 +1 ആണ്. അപ്പോൾ അതേ ഒരു പാറ്റേൺ, അതായത് ഒരേ സംഖ്യ തന്നെ ഗുണിക്കുകയും കൂട്ടുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സാധ്യത വരുന്നത് ഇൻറ്റു 2 + 2 ആണ്, അല്ലേ. 1.5യുടെ 2 ഇരട്ടി 3 ആണ്, 3 + 2 5 ആണ്. അതേ പാറ്റേൺ നമുക്ക് ഇവിടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. 5ൻ്റെ 3 ഇരട്ടി എത്രയാണ്? 15 ആണ്, +3 18 ആണ്. അതേപോലെ 18ൻ്റെ 4 ഇരട്ടി, 18ൻ്റെ 4 ഇരട്ടി എന്ന് പറയുന്നത് 72 ആണ്. 72 + 4 എത്ര കിട്ടും? നമുക്ക് 76 എന്ന് കിട്ടും. അപ്പോൾ അതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 76 × 5, 76 × 5 + 5 ആയിരിക്കും നമ്മുടെ ഉത്തരം. 76 × 5 + 5 എന്ന് പറയുന്നത് 385 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 385 ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ പല ചോദ്യങ്ങളും ഇതേപോലെ ഡെസിമൽ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എല്ലാം ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് മോഡലുകൾ തന്നെയാണ്. അടുത്ത ചോദ്യം 198, 202, 211, 227. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ആദ്യത്തെ നമ്പറിൽ നിന്നും വലിയൊരു വ്യത്യാസമൊന്നും ഒരു 4 സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഡിഫറൻസ് എടുക്കാം. ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് 4 ആണ്. പിന്നീട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 16 ആണ്, അല്ലേ. അപ്പോൾ 4, 9, 16 ഇതൊക്കെ എന്താണ്? 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്തത് ആഡ് ചെയ്യേണ്ടി വരിക 5ൻ്റെ സ്ക്വയർ ആണ്, അതായത് 25 ആണ്. 227 + 25 എന്ന് പറയുന്നത് 252 എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കുക. നമുക്ക് കുറച്ച് ഒരു ടഫായി തോന്നിയേക്കാവുന്നൊരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 7 1/7, 8 2/6 ഇങ്ങനെയൊക്കെ ഈ പാറ്റേണൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചെയ്യാൻ തയ്യാറാവണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും ഒരു നല്ലൊരു ശ്രമം എന്ന് പറയുന്നത് ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനാണ്, അതിനെ ഒരു മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ 7 1/7 എന്ന് പറയുന്നത് എന്താണ്? ഗുണിക്കുന്ന സമയത്ത് 7 7 49, 49 1 50/7 എന്ന് കിട്ടും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 8 2/6 ആണ്. അപ്പോൾ 6 8 48, 48 2 50, 50/6 എന്ന് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സീരീസ് ഇവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. 50/7, 50/6. അടുത്ത് നോക്കുന്ന സമയത്ത് 5 × 9 എത്രയാണ്? 45, 45 5 50, 50/5 എന്ന് കിട്ടി, അല്ലേ. കറക്റ്റായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. 50 എല്ലാത്തിൻ്റെയും മേലെ 50 ആണ്. പിന്നെ 7 6 5 അടുത്ത് വരുന്ന എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്ത് വന്ന് 50/3 ആയിരിക്കും. അടുത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 50/2 ആയിരിക്കും. അപ്പോൾ 50/2 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ വളരെ ടഫാണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ വരെ ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 24 35 20 31 16 27. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുന്ന സമയത്ത് 24 35 മാറുന്നുണ്ട്, 35 20 മാറുന്നുണ്ട്, 20 വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു, അങ്ങനെ മാറി മാറി പോവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണ്? ആൾട്ടർനേറ്റിംഗ് സീരീസാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സീരീസാണ് വരാൻ സാധ്യത, അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്, ഈ ഒരു സീരീസാണ് വേണ്ടത്. അപ്പോൾ 24 20 മാറുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? 4 കുറയുന്നുണ്ട്, 20 16 മാറുന്നുണ്ട്, വീണ്ടും 4 കുറയുന്നുണ്ട്. അപ്പോൾ 4 ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 16, അതിൽ നിന്ന് 4 കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 12 ആയിരിക്കും. നമുക്കിവിടെ ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് 12 ആയിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസിൽ വരുന്നൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം
2, 10, 30, 68. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു സീരീസാണിത്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, 8, 27, 64. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, 1ൻ്റെ ക്യൂബ്, 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 4ൻ്റെ ക്യൂബ്, ഈ ഒരു സീരീസാണ്. പക്ഷേ ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ ഇതേപോലെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന് അടുത്തുള്ള സംഖ്യകളാണ് അല്ലേ. 1ൻ്റെ ക്യൂബ് പ്ലസ് 1 2, അതേപോലെ 2ൻ്റെ ക്യൂബ് പ്ലസ് 2 10, 3ൻ്റെ ക്യൂബ് പ്ലസ് 3 27, 4ൻ്റെ ക്യൂബ് പ്ലസ് 4 68. അപ്പോൾ അടുത്ത ഉത്തരം എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബ് പ്ലസ് 5 ആയിരിക്കും. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 പ്ലസ് 5 എന്ന് പറയുന്നത് 130 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ്, അതായത് ഈ സ്ക്വയറുകളുടെ അടുത്ത് വരുന്ന നമ്പറുകൾ തമ്മിലൊരു സീരീസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ക്യൂബുകളുടെ അടുത്ത് വരുന്ന നമ്പറുകൾ തമ്മിൽ ഒരു ചെറിയൊരു റിലേഷൻ തന്നിട്ട് സീരീസാക്കി ഫോം ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ചില സീരീസുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ പോയി കുറേ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതായിട്ടും നല്ലത് ഇങ്ങനെയൊരു പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം 4-144, 400, 900, 1764. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മാത്സിലെ ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകളോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് സ്ക്വയറുകളും ക്യൂബുകളും. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോദ്യം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം 4 എന്ന് പറയുന്നത് ഈ കാണുന്ന സംഖ്യകൾ മൊത്തം പെർഫെക്റ്റ് സ്ക്വയറുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. 4 2ൻ്റെ സ്ക്വയറാണ്, 144 12ൻ്റെ സ്ക്വയറാണ്, 400 20ൻ്റെ സ്ക്വയറാണ്, 900 30ൻ്റെ സ്ക്വയറാണ്, അതേപോലെ 1764 എന്ന് പറയുന്നത് 42ൻ്റെ സ്ക്വയറാണ്. അതായത് ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയറുകളാണ്, പക്ഷേ ഇവ തമ്മിൽ എന്തോ ഒരു റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയറുകളുടെ റിലേഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ 30 42 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് +12, 20 10 തമ്മിലുള്ള ഡിഫറൻസ് +10, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് +8 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ. ഇവിടെ 12 കുറച്ചിട്ടാണ് 30 കിട്ടിയത്, 10 കുറച്ചിട്ടാണ് 20 കിട്ടിയത്, പിന്നീട് 8 കുറയ്ക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ കുറയ്ക്കേണ്ടത് എത്രയാണ്? 6 നമ്മൾ അടുത്തതായിട്ട് കുറയ്ക്കേണ്ടി വരിക. അതായത് 12 6 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6 ആയിരിക്കും അല്ലേ. നോക്കി നോക്കൂ. അപ്പോൾ വീണ്ടും ഇവിടെ വരുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അപ്പോൾ 4 6 8 10 12 ഇവിടെ നമുക്കൊരു സീരീസ് നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ 2 4 6 അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 6ൻ്റെ സ്ക്വയർ ആയിരിക്കും. 6ൻ്റെ സ്ക്വയർ 36 36 ആയിരിക്കും നമുക്കിവിടെ വരുന്ന ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 6 9 15 ഇങ്ങനെയാണ് സീരീസ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു അഡീഷൻ സീരീസാണ്. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് 3, അടുത്ത ഡിഫറൻസ് വരുന്നത് വീണ്ടും 3, വീണ്ടും 6 ഡിഫറൻസാണ് വരുന്നത്, പിന്നെ വരുന്നത് 9, അടുത്ത ഡിഫറൻസ് വരുന്നത് 15, അടുത്ത ഡിഫറൻസ് വരുന്നത് 24. അപ്പോൾ നമുക്കിത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു സീരീസുകൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കിയാൽ മതി. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ 3 3 6 മാറുന്നത് അല്ലേ. 6 3 കൂട്ടുമ്പോൾ 9 മാറും, 9 6 കൂട്ടുമ്പോൾ 15 മാറും, 15 9 കൂട്ടുമ്പോൾ 24 മാറും. അതായത് വരുന്ന സംഖ്യകളെ ഇങ്ങനെ കൂട്ടി കൂട്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 24 15 39 മാറും അല്ലേ. 39 24 63 മാറും. അപ്പോൾ അടുത്ത പാറ്റേൺ എന്തായിരിക്കും? 63 39 ആയിരിക്കും. അതായത് തൊട്ട് മുന്നത്തെ സംഖ്യകളോട് കൂട്ടി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. 6നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടും, 9നോട് തൊട്ട് മുന്നത്തെ സംഖ്യ ആയിട്ടുള്ള 6 കൂട്ടുന്ന സമയത്ത് 15 കിട്ടും അല്ലേ. അങ്ങനെയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. 39നോടൊപ്പം തൊട്ട് മുന്നത്തെ സംഖ്യ ആയിട്ടുള്ള 24 കൂട്ടുമ്പോഴാണ് നമുക്ക് 63 കിട്ടുന്നത്. അപ്പോൾ അടുത്ത
സംഖ്യ കൂട്ടേണ്ട എന്താണ് 63നോട് കൂട്ടേണ്ട സംഖ്യ എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സംഖ്യയായിട്ടുള്ള 33 നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 102 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 102. അടുത്ത ചോദ്യം നോക്കാം. 3.5, 7, 10.5, 14 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് ആ ഡിഫറൻസ് എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 3.5 7 മാറുന്നു, കൂട്ടുന്നത് 3.5. വീണ്ടും 3.5 കൂട്ടുമ്പോഴാണ് 10 മാറുന്നത്. വീണ്ടും 3.5 കൂട്ടുന്ന സമയത്ത് അത് 14 മാറും. അപ്പോൾ വീണ്ടും ആഡ് ചെയ്യേണ്ടത് എന്താണ്? 3.5. അപ്പോൾ 14 + 3.5 17.5 എന്നുള്ള ഉത്തരം കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3, 128, 6, 64, 9 ക്വസ്റ്റ്യൻ മാർക്ക് 12, 16, 15, 8. അപ്പോൾ വലിയൊരു സീരീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സീരീസ് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് സീരീസ് നമ്മുടെ മനസ്സിൽ വരണം. പിന്നീട് ജസ്റ്റ് ആദ്യത്തെ ഒരു 3-4 നമ്പർ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. 3 ഇവിടെ 128 മാറുന്നുണ്ട് അല്ലേ, വലിയൊരു സംഖ്യയായി മാറുകയാണ്. പിന്നീട് അത് ചെറിയൊരു സംഖ്യയായിട്ടുള്ള 6 മാറുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു കോമ്പിനേഷൻ ഓഫ് സീരീസാണ്. ചെക്ക് ചെയ്ത് നോക്കാം. 3ഉം 6ഉം തമ്മിലുള്ളൊരു റിലേഷൻ നമുക്ക് നോക്കാം. അങ്ങനെ ഒന്ന് നോക്കി പോവാം. പിന്നെ അടുത്ത് വരുന്നത് 128, 64. അപ്പോൾ ഈ ഒരു സീരീസാണ് നമുക്ക് വേണ്ടത് അല്ലേ. 128ഉം 64ഉം അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 16 ഇവ 8 ഇവ തമ്മിലാണ് സീരീസായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 3, 6 ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സീരീസാണ് വേണ്ടത്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് 128, 64, അടുത്തായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്, അടുത്തത് 16, അടുത്തത് 8. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 8 16 മാറുന്നുണ്ട്, 64 128 മാറുന്നുണ്ട്. അതായത് ഇരട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 16ൻ്റെ ഇരട്ടി ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അതായത് 32 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സീരീസുകൾ പോലും അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സീരീസൊക്കെ വരുന്ന സമയത്ത് അത് ചെയ്യാതെ വിടരുത്. കാരണം വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം 7, 25, 61, 121 ഡാഷ്. അപ്പോൾ ഇവിടെ ഇതൊരു 2-3 സ്റ്റെപ്പിൽ ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 7 25 മാറുന്നുണ്ട്, 25 61 ആവുന്നുണ്ട്, 61 121 മാറുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഡിഫറൻസ് വരുന്നത് 18. അടുത്ത ഡിഫറൻസ് വരുന്നത് 36. അടുത്ത ഡിഫറൻസ് വരുന്നത് 60 അല്ലേ. അടുത്ത ഡിഫറൻസ് 60. അപ്പോൾ 60, 18, 36, 60. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അടുത്ത ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ 18, 36, 60 ഇവയൊന്നും തമ്മിൽ ഒരു ബന്ധവും നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു ലെയർ കൂടെ നമ്മൾ കാണണം. അതായത് ഈ ഒരു ലെയർ, അതായത് 18, 36 തമ്മിലുള്ള ഡിഫറൻസ് 18, 36, 60 തമ്മിലുള്ള ഡിഫറൻസ് 24 അല്ലേ. അപ്പോൾ 18, 24. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 6 കൂടി വരുന്നുണ്ട് അല്ലേ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6. അപ്പോൾ ഇവിടെ നോക്കുക, 18, 36 അല്ലേ, 36, 24, 60. അപ്പോൾ ഇവിടെ 6 കൂടിയത്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം, 6 കൂടിയുണ്ടാവണം. അപ്പോൾ 18, 24, 30. അപ്പോൾ ഈ ഒരു ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ളൊരു ചോദ്യമായിട്ട് വരുന്നത്. കാരണം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക. 7ഉം 18ഉം കൂട്ടുന്ന സമയത്ത് നമുക്ക് 25 കിട്ടും. 25ഉം 36ഉം കൂട്ടുന്ന സമയത്ത് നമുക്ക് 61 കിട്ടും. അപ്പോൾ ഈ 36 കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിഫറൻസ് എടുക്കുകയാണ്. അത് 18. അപ്പോൾ 18ഉം 18ഉമാണ് നമുക്ക് 36 കിട്ടുന്നത്. പിന്നെ അടുത്തത് 6 കൂട്ടുമ്പോൾ 24 കിട്ടും. അപ്പോൾ 36ഉം 24ഉം 60 എന്നുള്ള ഉത്തരം കിട്ടും. അടുത്തത് 60 + 30 ആയിരിക്കും അല്ലേ. ഇവിടെ 18 കൂട്ടി, ഇവിടെ 24 കൂട്ടി, ഇവിടെ 30 കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും, 90 ആയിരിക്കും. അപ്പോൾ നമ്മൾ 121നോടൊപ്പം നമ്മൾ കൂട്ടേണ്ടി വരിക 90 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ 121 + 90 എന്ന് പറയുന്നത് 211 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഈ ഒരു വീഡിയോയുടെ മേലെ അല്ലെങ്കിൽ ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ ആഡ് ചെയ്ത്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് സ്കിപ്പ് ചെയ്യാനേ പറയുള്ളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ലെയറിൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അധികം സമയം കളയാതെ സ്കിപ്പ് ചെയ്യുക.
പക്ഷേ ഈ ഒരു ടൈപ്പ് കൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധ്യത കൂടെ ഉണ്ടെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ഒരു ഡിഫറൻസിൽ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡിഫറൻസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യം തരികയാണ്. അപ്പോൾ ഇതെല്ലാവരും ജസ്റ്റ് ഒന്ന് ഉത്തരം കണ്ടുപിടിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ശരിയായിട്ടുള്ള ഉത്തരം പിൻ ചെയ്ത് വെക്കുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു 3-4 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് ടൈം കളയാതെ ചെയ്യാൻ അത് ഉപകാരമാവും.